കഥ തുടരുന്നു. അമിച്ചക്കരി ഭർത്താവിനെ തുറിച്ചു നോക്കിക്കൊണ്ട് സിറ്റിംഗ് റൂമിൽ ഉണ്ടായിരുന്നു ചന്ദ്രിക. രാത്രിയിൽ ദത്തൻ അടിച്ചതിന് ശേഷം അവൾ അയാളോട് മിണ്ടിയിട്ടില്ല. മുറ്റത്തെ കെട്ടിവലിച്ചു കൊണ്ടുവന്ന ബൈക്കിലെ ചെളി കഴുകിക്കളയുകയാണ് ദത്തൻ്റെ ഷാപ്പിലെ ജീവനക്കാർ. അത് നോക്കിക്കൊണ്ട് സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട് ഗൗതം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ദത്തൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ചേറുപറ്റിയ വസ്ത്രങ്ങളും അയാൾ മാറിയിരുന്നില്ല. തന്നെ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തവരെ എങ്ങനെ തിരിച്ചറിയും എന്നതായിരുന്നു അയാളുടെ ചിന്ത. ഏതെങ്കിലും രൂപത്തിൽ മനസ്സിലാക്കത്തക്ക വിധം യാതൊരു അടയാളവും അവന്മാർ അവശേഷിപ്പിച്ചില്ല താനും. എന്നാൽ ഞങ്ങളങ്ങോട്ട് പോട്ടെ മുതലാളി. ബൈക്ക് കഴുകി പോർച്ചിലേക്ക് കയറ്റി ഒതുക്കി വെച്ചിട്ട് ഷാപ്പ് ജീവനക്കാർ ഗൗതത്തെ നോക്കി. ആ ശരി, പിന്നെ ഇക്കാര്യം നമ്മുടെ മറ്റ് ജീവനക്കാർ പോലും അറിയരുത് കേട്ടോ, അവൻ ഓർമ്മപ്പെടുത്തി. അത് ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? അവർ പോയി. ഗൗതം എഴുന്നേറ്റ് അകത്തേക്ക് വന്നു. ദത്തിന് എതിരെ ഇരുന്നു. ശരിക്കും എന്താണ് ചുണ്ടായത്? ഇനിയെങ്കിലും ഒന്ന് പറ. ആ സരസമ്മയെ കണ്ടായിരുന്നോ? അവൻ ദത്തനെ സൂക്ഷിച്ചു നോക്കി. എവിടുന്ന്? അതിനിടയ്ക്കല്ലേ എല്ലാം ഉണ്ടായത്. ഇവൾ ഇവൾ ഒറ്റയൊരുത്തിയ എല്ലാത്തിനും കാരണം. ഇവിടെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങിപ്പോയതിൻ്റെ ഫലം. ദത്തൻ അമർഷത്തോടെ ചന്ദ്രികയ്ക്ക് നേർക്ക് കൈ ചൂണ്ടി. ഞാൻ എന്ത് ചെയ്തെന്നാ? ആണുങ്ങളായാൽ കഴിവ് വേണം. ചന്ദ്രിക ചീറി. കഴിവ്? എന്നെ കൊണ്ട് നീ ഒന്നും പറയിക്കരുത്. ചെറുക്കം മുന്നിലിരിക്കുന്നു. ദത്തൻ ആക്രോശിച്ചു. ഛേ, എന്താ ഇത്? നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വഴക്കിട്ടാൽ പ്രശ്നം തീരുമോ? ആദ്യം ഉണ്ടായത് എന്താണെന്ന് അച്ഛനൊന്ന് പറഞ്ഞേ. ഗൗതം ചന്ദ്രികയെ നോക്കി ഒന്നും മിണ്ടരുതെന്ന് ഒരടയാളം നൽകി. ഇതിൽ കൂടുതൽ എന്തുണ്ടാകാനാ? ദത്തൻ തൻ്റെ ഒഴിഞ്ഞ കഴുത്തും കൈകളും കാണിച്ചു. മൊത്തം അവന്മാർ കൊണ്ടുപോയി. ആര്? ഗൗതം നെറ്റിച്ചുളിച്ചു. ആർക്കറിയാം? സ്വർണം പൊട്ടെന്ന് വയ്ക്കാം. അവന്മാരെന്നെ അടിച്ച അടികൾ, വിളിച്ച തെറികൾ, ചെയ്ത മറ്റ് കാര്യങ്ങൾ, ഹോ, ഓർക്കം തന്നെ അറപ്പാകുന്നു. അയാൾ കാര്യങ്ങൾ വിശദമാക്കി. ഒക്കേക്കും കാരണം നിന്റെ അമ്മയുടെ അഹങ്കാരമാടാ. ദത്തൻ മുതലാളിക്ക് അവന്മാർ ഇട്ടിരിക്കുന്ന വില വെറും 0. ദേഷ്യവും സങ്കടവും അയാളുടെ വാക്കുകളിൽ തിങ്ങി. അല്പനേരത്തേക്ക് ആരും മിണ്ടിയില്ല. അവസാനം ഗൗതം ഉറപ്പു നൽകി. അച്ഛൻ്റെ മേൽ കൈവച്ച ഒരുത്തനെയും ഞാൻ വിടത്തില്ല. ആ, നീ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് വേണം അവന്മാരെ ആ വീഡിയോ പുറത്തുവിട്ട് എന്നെ നാറ്റിക്കാൻ. ഗൗതം സ്തബ്ധനായി ഇരുന്നു. ദത്തൻ തുടർന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ അമ്മാവിയും വിളിച്ചിരിക്കുന്നു. പല്ലവി കേബിളിൽ കുരുങ്ങി വീണു. അത് ചെയ്യിച്ചത് ഞാനാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ വാർത്ത കേട്ടതും ചന്ദ്രികയുടെ മുഖം തെളിഞ്ഞു. അവൾ ചത്തോ? ദത്തൻ ചാടി എഴുന്നേറ്റു. ഗൗതത്തിന് തടയാൻ കഴിയും മുമ്പ് ചന്ദ്രികയുടെ കവിളിൽ പടക്കം പൊട്ടും പോലെ അടുത്ത അടി വീണു. ആദ്യം ഒരു പെരുപ്പ് മാത്രമേ തോന്നിയുള്ളൂ ചന്ദ്രികയ്ക്ക്. എന്നാൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അവൾ കുഴഞ്ഞു വീണു. അച്ഛാ, ഗൗതം ഭീതിയോടെ വിളിച്ചു. പക്ഷേ ദത്തൻ അത് ശ്രദ്ധിച്ചില്ല. കലിത്തുള്ളി അയാൾ അകത്തേക്ക് പോയി. ഗൗതം അമ്മയെ നോക്കി നിശ്ചലയായി കിടക്കുകയാണ്. ചന്ദ്രികയുടെ ചുണ്ട് പൊട്ടി ഒരു തുള്ളി രക്തം കിനിഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. അമ്മേ! ഗൗതം അമ്മയുടെ അരികിൽ കുത്തിയിരുന്നു കൊണ്ട് കുലുക്കി വിളിച്ചു. ചന്ദ്രിക വാഴത്തട വാടിയതുപോലെയായിരിക്കുന്നു. ഗൗതം അമ്മയെ കൈകളിൽ കോരിയെടുത്ത് സെറ്റിയിൽ കിടത്തി. പിന്നെ അതിശീഘ്രം അടുക്കളയിലേക്ക് ഓടിയിട്ട് ഒരു മഗ്ഗിൽ വെള്ളം കൊണ്ടുവന്നു. അത് കൈവെള്ളയിലേക്ക് ഒഴിച്ച് അമ്മയുടെ മുഖത്ത് തളിച്ചു. ഇത്തവണ ചന്ദ്രിക ഒന്ന് ഞരങ്ങി. പിന്നെ പതുക്കെ കണ്ണുകൾ തുറന്നു. ഗൗതം ആശ്വാസത്തോടെ നിശ്വസിച്ചു. 5 ദിവസങ്ങൾ കഴിഞ്ഞു. പല്ലവിയുടെ കാൽമുട്ടിലെ വേദന കുറഞ്ഞു. മുറിവ് ഉണങ്ങിത്തുടങ്ങി. ഇപ്പോൾ അവൾക്ക് നടക്കാനും മറ്റും ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേവസ്യ തൻ്റെ ചെത്തുകാരെ വിട്ട് പല്ലവിയുടെ തെങ്ങുകൾ ചെത്തിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലും പല്ലവി കടയിൽ പോയിരുന്നു. സഹായിക്കുവാൻ ഭാനുമതി ഉണ്ടായിരുന്നു. അന്ന് പല്ലവി ദേവസ്യയെ ഫോണിൽ വിളിച്ചു. അച്ചായ, നാളെ മുതൽ ഞാൻ തെങ്ങ് ചെത്തിക്കോളാം. ധൃതി പിടിക്കേണ്ട പല്ലവി. 2-3 ദിവസം കൂടി നീ വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോ, ദേവസ്യ പറഞ്ഞു. എന്നാൽ പല്ലവി അതിനോട് യോജിച്ചില്ല. അടുത്ത നാൾ മുതൽ അവൾ പഴയതുപോലെ ജോലി ചെയ്തു തുടങ്ങി. ഷാപ്പിലെത്തിയ അവൾ സരസമ്മയെ കണ്ടു. ദത്ത പിന്നീട് അവിടെ വരികയോ രാജപ്പൻ അവളെ കള്ളിൽ മായം കലർത്താൻ നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞു. ഇത്രയേ ഉള്ളൂ ചേച്ചിയുടെ കാര്യം. നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയും പ്രതിരോധിക്കേണ്ടതിനെ അങ്ങനെ ചെയ്യുകയും മാത്രം മതി. പെണ്ണാണെന്ന് കരുതി ആണുങ്ങൾ പറയുന്നത് മാത്രം അനുസരിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതമാണ് പെരുവഴിയിലാകുന്നത്. അവൾ ചിരിച്ചു. സന്തോഷാശ്രുക്കൾ സരസമ്മ പല്ലവിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നീ എന്തു മാജിക്കാണ് കാണിച്ചതെന്ന് എനിക്കറിയില്ല. എങ്കിലും നന്ദിയുണ്ട് മോളെ, ഒത്തിരി ഒത്തിരി. സരസമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു അത്. പല്ലവി അപ്പോഴും പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഇപ്പോൾ 5 തരം വിഭവങ്ങളാണ് ഭാനുമതിയും മാധവനും കൂടി ഷാപ്പിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അതിന് മാന്യമായ കൂലിയും നൽകുന്നുണ്ട് ദേവസ്യ. ആദ്യ തവണ കിട്ടിയ പ്രതിഫലമായി ഭാനുമതി പല്ലവിയെ സമീപിച്ചു. ഒരു പിടി നോട്ടുകൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഭാനുമതി പറഞ്ഞു. ഈ കാശ് നീ തന്നെ സൂക്ഷിച്ചു വെച്ചോ മോളെ. എന്നാൽ അവൾ സ്നേഹപൂർവ്വം അത് നിരസിച്ചു. അത് വേണ്ട വല്യമ്മേ. ഈ പ്രായത്തിലും ഒരു സമ്പാദ്യശീലം നല്ലതാ. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെലവഴിക്കാമല്ലോ. പിന്നെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അപ്പോൾ ഞാൻ ചോദിച്ചോളാം. ഭാനുമതിക്ക് തലയാട്ടുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അടുത്ത ദിവസം ഷാപ്പിൽ കള്ളറന്നിട്ട് തൻ്റെ കൈനറ്റി ഹോണ്ടയിൽ കയറാൻ ഭാവിക്കുകയായിരുന്നു പല്ലവി. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു.
എടുത്തു നോക്കിയ പല്ലവിയുടെ മുഖത്ത് ഒരു തിളക്കം വന്നു. മറുഭാഗത്ത് ഹരിലാലായിരുന്നു. ഹലോ, അവൾ ഈണത്തിൽ വിളിച്ചു. അപ്പുറത്തു നിന്നും ഉണ്ടായി അതേപോലെ ഒരു ശബ്ദം. ഇത്ര നീട്ടാനും മാത്രം എന്താ? പല്ലവി ചിരി കടിച്ചൊതുക്കി. ഇങ്ങോട്ട് നീട്ടിയതിൽ ഇച്ചിരിയും കൂടിയല്ലേ ഉള്ളൂ? ഹരിലാലിൻ്റെ ചോദ്യവും ഒപ്പം പൊട്ടിച്ചിരിയും. പല്ലവി ഒന്ന് മൂളി. ഒരു ആക്സിഡൻറ്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നറിഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. പല്ലവിക്ക് വിസ്മയമായി. അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിയും. എനിക്ക് എല്ലാം നേരിൽ കാണുന്നത് പോലെ അറിയാനുള്ള ചില സിദ്ധികളുണ്ടെന്ന് കൂട്ടിക്കോ. ഒരു സിദ്ധം വന്നിരിക്കുന്നു, അവൾ കളിയാക്കി. എന്നിട്ട് ഇപ്പോഴാണോ തിരക്കുന്നത്? ഞാൻ വിളിച്ചു വെറുതെ ആ സംഭവം പിന്നെയും ഓർമ്മപ്പെടുത്തേണ്ടെന്ന് കരുതി. അവൻ്റെ സ്വരത്തിൽ വാത്സല്യഭാവം നിറഞ്ഞു. ഇപ്പോഴേതായാലും എനിക്ക് ഒട്ടും ഓർമ്മ വന്നില്ലല്ലോ. ആ, വിളിച്ചതിൻ്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞാട്ടെ. എനിക്കാണെങ്കിൽ വിശന്ന് വയറ് കരിയുന്നു. ഷാപ്പിൽ വന്ന് കള്ള് അളന്ന് കൊടുത്തതേയുള്ളൂ. എങ്കിൽ എൻ്റെ പറ്റിൽ അവിടുന്ന് 2 പ്ലേറ്റ് കപ്പയും 4 താറാവ് കറിയും വാങ്ങിക്കഴിച്ചോ. ഓ, ഒരു പറ്റുകാരൻ. പറ്റിക്കലാണോ എന്നാ ഇപ്പോൾ എൻ്റെ സംശയം. ആരോ ഇങ്ങോട്ട് എഴുന്നള്ളുന്നെന്ന് പറഞ്ഞിട്ട് ഇതേവരെ കണ്ടില്ലല്ലോ, അവൾ ചോദിച്ചു. ഹരിലാലിൻ്റെ ശബ്ദം പെട്ടെന്ന് ഗൗരവത്തിലായി. അക്കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. കക്ഷി നാളെ തന്നെ കാണാൻ വരും. കൂട്ടത്തിൽ ചിലപ്പോൾ ഞാനുണ്ടാവും. പല്ലവിക്ക് ഇപ്പോൾ അമ്പരപ്പായി. നാളെ വരുമെന്ന് എന്നാണോ പറയുന്നത്? അതുകൊണ്ടെന്താ? കക്ഷി ഇന്ന് രാവിലെയാണ് നെടുമ്പശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു നാളെ തന്നെ കാണണമെന്ന്. പല്ലവി കേട്ടു നിന്നു. ഹരിലാൽ തുടർന്നു. താൻ ഞങ്ങൾക്കായി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കി വയ്ക്കേണ്ട കേട്ടോ. അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. എന്നാലും, അവൾ പകുതിക്ക് നിർത്തി. ഒരെന്നാലുമില്ല, പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. പല്ലവിക്ക് ചിരി പൊട്ടി. ഇതെന്താ ഒരുമാതിരി കൽപ്പിക്കുന്നത് പോലെ? അതിന് അധികാരമുള്ള ആളാണെന്ന് കരുതിയാൽ മതി. പല്ലവി അമർത്തി മൂളി. എന്നിട്ട് പറഞ്ഞു. വരുന്ന ആളിനെക്കുറിച്ച് ഇനിയെങ്കിലും ഒരു സൂചന തന്നൂടെ? കുറഞ്ഞ പക്ഷം ആളുടെ പേര്, വരവിൻ്റെ ഉദ്ദേശ്യം. സോറി പല്ലവി, ഒന്നും വിട്ടു പറയരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ച നിലയ്ക്ക് നിവൃത്തിയില്ല. അപ്പോൾ നാളെ കാണാം, 11 മണിയോട് കൂടി. ഓക്കെ. അപ്പുറത്ത് കോൾ മുറിഞ്ഞു. പല്ലവി ഇത്തിരി നേരം കൂടി അങ്ങനെ നിന്നു. വൈകിട്ട് കടപ്പൂട്ടി വീട്ടിലെത്തിയ ശേഷം അവൾ എല്ലാവരുടെയും മുന്നിൽ വിഷയം അവതരിപ്പിച്ചു. ഗോപിദാസിൻ്റെ മുറിയായിരുന്നു രംഗം. എല്ലാവരും ചിന്തിച്ചു നോക്കി. വരുന്നത് ആര് എന്നതിൻ്റെ ഉത്തരം ആർക്കും കിട്ടിയില്ല. അവസാനം ഗോപിദാസ് ചുണ്ടനക്കി. ആരും വന്നോട്ടെ. ഒന്നും കരുതി വയ്ക്കേണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ നമ്മുടെ മാന്യത കാണിക്കണമല്ലോ. എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കണം. അതുതന്നെയായിരുന്നു മാധവൻ്റെയും ഭാനുമതിയുടെയും അഭിപ്രായം. 11 മണിക്കല്ലേ വരുന്നത്? കാപ്പി കഴിച്ചിട്ടാവും വരിക. ഉച്ചയൂണിന് അവർ നിൽക്കുമെന്ന് കരുതാനും ആവില്ല. അതുകൊണ്ട് നമുക്ക് പാലപ്പവും താറാവ് കറിയും കരുതാം. ദേവസ്യയോട് കണക്ക് പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് ഞണ്ടും ബീഫ് ഉലർത്തിയതും പിന്നെ കരിമീനും, അത്രയും മതി. ബേക്കറി ഐറ്റങ്ങൾ വേണമെന്നില്ല, ഭാനുമതി പറഞ്ഞു. അതാണ് നല്ലതെന്ന് മറ്റുള്ളവർക്കും തോന്നി. അപ്പോൾ ബാലു അഭിപ്രായപ്പെട്ടു. വരുന്നവർ കള്ള് കുടിക്കുന്നവരാണെങ്കിൽ കുറച്ച് കള്ളും കരുതുന്നത് നല്ലതാ. പല്ലവി നെറ്റി ചുളിച്ചു. പോടാ അവിടുന്ന്. ബാലു ചമ്മി. പെട്ടെന്ന് മാധവൻ അതിൽ ഇടപെട്ടു. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ. നീ തെങ്ങു ചെത്തുന്നുണ്ടെന്ന് വരുന്നവർക്കറിയാം. ആ നിലയ്ക്ക് അവർ കള്ള് കിട്ടുമോ എന്ന് ചോദിച്ചാലോ? വല്യച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പല്ലവിക്കും തോന്നി. എങ്കിലൊന്ന് ചെയ്യാം, നമ്മുടെ തെങ്ങിലെ കള്ള് മാറ്റിവെക്കാം. അതുമതി, ഭാനുമതി സമ്മതിച്ചു. സാധാരണ അവരുടെ തെങ്ങിൽ നിന്നെടുക്കുന്ന കള്ള് ഷാപ്പിൽ കൊണ്ടുപോകാതെ മാധവനും ഭാനുമതിക്കും നൽകുകയാണ് പല്ലവി ചെയ്തിരുന്നത്. ചിലപ്പോഴൊക്കെ ഗോപിദാസിനും ഒരു ഗ്ലാസ് കൊടുത്തിരുന്നു. അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി. ബാലു പല്ലവിയെ നോക്കി മുഖം വീർപ്പിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു പത്രാസ്? എന്നിട്ടിപ്പോൾ എന്താ വാക്കുമാറ്റുന്നേ? നീ അതും മനസ്സിൽ വച്ചുകൊണ്ടിരിക്കുവാണോടാ? പല്ലവി സ്നേഹത്തോടെ അവൻ്റെ മുടിയിൽ തലോടി. ചേച്ചിയോട് അങ്ങ് ക്ഷമിച്ചേരടാ. ഓ പിന്നെ, ചീത്ത വിളിച്ചിട്ട് ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ. അവൻ്റെ ഭാവത്തിന് മാറ്റമില്ല. പല്ലവി ഒന്ന് തലയാട്ടി. പിന്നെ നാളെ നീ സ്കൂളിൽ പോകണ്ട. വരുന്നവരെ നിനക്കും കാണാമല്ലോ. അപ്പോൾ അവൻ്റെ മുഖം തെളിഞ്ഞു. അടുത്ത നാൾ നേരത്തെ തന്നെ പല്ലവി പോയി കള്ളെടുത്ത് ഷാപ്പിൽ അളന്ന് ഏൽപ്പിച്ചു. കട തുറന്ന് ബാലുവിനെ അവിടെ എത്തിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ഷാപ്പിലേക്കുള്ള കറികൾ ദേവസ്യ അയച്ച പതിവ് ഓട്ടോയിൽ കയറ്റി വിട്ടു. പിന്നീടാണ് പല്ലവി തങ്ങളുടെ തെങ്ങിലെ കള്ളെടുത്ത് അരിച്ച് അതിൻ്റെ മട്ട് അടിയാൻ വേണ്ടി മാറ്റിവെച്ചത്. 2 ലിറ്ററോളം വരും. അടുക്കളയിൽ ഭാനുമതി എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി കുളിക്കാൻ പോയി. പല്ലവി ചൂടുവെള്ളത്തിൽ തുണി മുക്കിപ്പിഴിഞ്ഞ് ഗോപിദാസിൻ്റെ ശരീരം തുടച്ച് അയാളെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ അണിയിച്ചു. തുടർന്ന് വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കി ഉള്ള കസേരകളിൽ 4 എണ്ണം തുടച്ചെടുത്ത് തിണ്ണയിലിട്ടു. ഭക്ഷണം കൊടുത്തിട്ട് ഗോപിദാസിനെയും വീൽചെയറിൽ തിണ്ണയിൽ കൊണ്ടിരുത്തി. എല്ലാം ഭദ്രമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പാക്കിയിട്ട് അവൾ ഭിത്തിയിലുണ്ടായിരുന്ന ക്ലോക്കിലേക്ക് നോക്കി. സമയം 10 മണി. തിടുക്കത്തിൽ അവളും കുളിക്കാൻ പോയി. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ മറപ്പുര ഭാർഗവൻ ഓലമറയുടെ വിടവിലൂടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അയാൾ അടുക്കളയിലായിരുന്ന ഭാര്യ ദമയന്തിയുടെ അരികിലേക്ക് ചെന്നു. അപ്പുറത്തുനിന്ന് വിരുന്നുകാർ ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റേതായ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അടുപ്പിലിരുന്ന മീൻകറി ഒന്ന് ഇളക്കി വെച്ചിട്ട് ദമയന്തി തിരിഞ്ഞ് ഭർത്താവിന് നേർക്ക് ഒരു കൂർത്ത നോട്ടം അയച്ചു. ഇത്രയൊക്കെ നാണം കെട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ മനുഷ്യ? ഭാർഗവൻ്റെ മുഖം ചുളിഞ്ഞു. ഞാൻ നാണം കെട്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി അവൾ ഒരുത്തിയ, ആ പല്ലവി. അവളുടെ നാശം കാണാതെ ഞാൻ അടങ്ങത്തില്ലടി, അയാൾ വീറോടെ പറഞ്ഞു.
ദമയന്തി അയാളെ തീർത്തും അവഗണിച്ച് അടുപ്പിലേക്ക് നോട്ടം മാറ്റി. ഒരു നിമിഷം ചിന്തിച്ചിട്ട് ഭാർഗവൻ തൻ്റെ ഫോണുമായി പിന്തിരിഞ്ഞു. അയാൾ നേരെ ഗൗതത്തെ വിളിച്ച് കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് വല്ല കല്യാണാലോചനക്കാരിയാണെന്നാ. ചേട്ടൻ ശ്രദ്ധിച്ചോണം, എന്നിട്ട് എന്നെ അറിയിക്കണം. ഗൗതത്തിൻ്റെ മറുപടി കേട്ടു. സമയം 10:30. കുളി കഴിഞ്ഞ് വന്ന പല്ലവി മുടി ചീകി വിടർത്തിയിട്ടു. മുഖത്ത് അല്പം പൗഡർ പൂശി. നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ടു. കൺമഷി എഴുതണോ എന്ന് ചിന്തിച്ചിട്ട് വേണ്ടെന്ന് വെച്ചു. ഉള്ളതിൽ ഏറ്റവും നല്ല ചുരിദാർ ധരിച്ചു. അതിന് അനുയോജ്യമായ ഷാളെടുത്ത് കഴുത്തിൽ ചുറ്റിയിട്ടു. പിന്നെ അടുക്കള ഭാഗത്ത് വന്നു നിന്ന് AC റോഡിലേക്ക് നോക്കി. ഇരുവശത്തേക്കും പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്നു. സമയം 11 മണി. കടയ്ക്ക് മുന്നിൽ ഒരു വാഹനം വന്നു നിന്നപ്പോൾ ബാലു മുഖമുയർത്തി. ഒരു കറുത്ത റേഞ്ച് റോവർ കാർ. അവൻ അറിയാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. റേഞ്ച് റോവറിൽ നിന്ന് കണ്ണെടുക്കാതെ ബാലു 2 അടി മുന്നോട്ട് നീങ്ങിയിട്ട് അവിടെ തന്നെ നിന്നു. അവന് നേരിയ സന്ദേഹം തോന്നി. ആരായിരിക്കും കാറിൽ വന്നിരിക്കുന്നത്? കടയിൽ അവൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. കാറിൽ വന്നവരോട് എങ്ങനെ പെരുമാറണമെന്നൊന്നും അവന് നിശ്ചയം പോരാ. പെട്ടെന്ന് കാറിൻ്റെ ഡ്രൈവർ ഭാഗത്തെ ഡോർ തുറക്കപ്പെട്ടു. അതുവഴി പുറത്തേക്കിറങ്ങിയ ചെറുപ്പക്കാരൻ അവന് പരിചിതനായിരുന്നു. മാതൃദേശം ചാനൽ റിപ്പോർട്ടർ ഹരിലാൽ ആയിരുന്നു അത്. ഇപ്പോൾ അവന് അല്പം ആശ്വാസമായി. ബാലുവേ വിളിച്ചുകൊണ്ട് ഹരിലാൽ കൈ ഉയർത്തി. ബാലുവും ചിരിച്ചു. ഇന്ന് നീ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ? ബാലു തലയാട്ടി. ഹരിലാൽ കാറിനുള്ളിലേക്ക് തലനീട്ടി എന്തോ പറഞ്ഞു. പെട്ടെന്ന് പിന്നിലെ 2 ഡോറുകൾ ഒരേ സമയം തുറക്കപ്പെട്ടു. അതുവഴി മധ്യവയസ്കരായ 2 പേർ കൂടി ഇറങ്ങി. ഒരു പുരുഷനും സ്ത്രീയും. ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല പണക്കാരാണ് എന്ന് ഉറപ്പിക്കാം. പിന്നോട്ട് ചീകി വെച്ചിരിക്കുന്ന തലമുടിയും നല്ല തുടുത്ത മുഖവുമായിരുന്നു പുരുഷന്. സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണടയും ക്ലീൻ ഷേവും പാൻറ്റും അയഞ്ഞ വെള്ള ഷർട്ടും വേഷം. എന്നാൽ ഷർട്ടിനുള്ളിൽ കനത്ത സ്വർണ്ണ ചെയിൻ കാണാം. കയ്യിലുമുണ്ട് കട്ടിയുള്ള ബ്രേസ്ലെറ്റ്, പിന്നെ മോതിരങ്ങളും. സ്ത്രീയും ജീൻസും അയഞ്ഞ ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. കണ്ണുകളെ മൂടിയ ഒരു വലിയ സൺഗ്ലാസ്, ലിപ്സ്റ്റിക്കിട്ട ചുണ്ടുകളും ബോബ് ചെയ്ത മുടിയും. കഴുത്തിൽ ഒരു ചെറിയ ചെയിനും കൈകളിൽ ഈ 2 വളകളും. ബാലുവിൻ്റെ അടുത്തേക്ക് ഇരുവരും വന്നു. നിന്നെ ഞങ്ങൾ TV-യിൽ കണ്ടിട്ടുണ്ട്, പുരുഷൻ പറഞ്ഞു. ചേച്ചിയുടെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കുമെന്ന് അവൻ അനുമാനിച്ചു. എങ്കിലും അവന് അഭിമാനം തോന്നി. ഗോപിച്ചേട്ടൻ്റെ ഇളയ മകനാണ് നീ അല്ലേ? അയാൾ വീണ്ടും തിരക്കി. ഓ, ഇത്തവണ അവൻ ചുണ്ടു ചലിപ്പിച്ചു. നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകണമല്ലോ ബാലു. പറഞ്ഞത് ഹരിലാലാണ്. കാറ് പോകത്തില്ല, ഞാൻ ഓട്ടോ വിളിച്ചുകൊണ്ട് വരാം, അവൻ അറിയിച്ചു. ഓട്ടോയൊന്നും വേണ്ടെന്നേ. നിങ്ങൾ വള്ളത്തിലല്ലേ അക്കരയിലേക്ക് പോകുന്നത്? സ്ത്രീ ചോദിച്ചു. മിക്കവാറും അങ്ങനെയാ, പക്ഷേ അവൻ പകുതിക്ക് നിർത്തി. എന്താ, നിനക്ക് വള്ളം തുഴയാൻ അറിയില്ലേ? പുരുഷൻ്റെ നോട്ടം പുത്തനാറ്റിൽ കെട്ടിയിട്ടിരിക്കുന്ന വള്ളത്തിൻ്റെ നേർക്ക് നീണ്ടു. എനിക്കറിയാം, ബാലു പറഞ്ഞു. എങ്കിൽ വള്ളം തന്നെ മതി. ബാലു പെട്ടെന്ന് കടയുടെ തട്ടികൾ താഴ്ത്തി. പുറത്തു കിടന്നിരുന്ന കസേരകൾ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് കരുതി. പുരുഷൻ്റെ നിർദ്ദേശാനുസരണം ഹരിലാൽ കാറിൽ നിന്നും ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ 4-5 കാരി ബാഗുകളും എടുത്തു. എങ്കിൽ പോകാം ബാലു. അവർ താഴേക്കിറങ്ങി. ബാലു കയറിൽ പിടിച്ചു വള്ളം പരമാവധി തീരത്തേക്ക് അടുപ്പിച്ചു. അതിനാൽ തന്നെ ആഗതർക്ക് പാദം പോലും നനയാതെ വള്ളത്തിൽ കയറുവാൻ കഴിഞ്ഞു. അവസാനം വള്ളത്തിൻ്റെ കയറും അഴിച്ചു ചുരുട്ടി വള്ളത്തിൻ്റെ തലക്കിലേക്ക് ഇട്ടിട്ട് അവനും കയറി തുഴയെടുത്തു. പുത്തനാറിന് കുറുകെ അവൻ വള്ളം തുഴഞ്ഞു. സ്ത്രീയും പുരുഷനും കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുക്കുകയും ബാലുവിനോട് വീട്ടിലെ വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തു. ബാലു വള്ളത്തിൽ ആരെയൊക്കെയോ ഇക്കരയ്ക്ക് കൊണ്ടുവരുന്നത് കണ്ട് അടുക്കള വാതിൽക്കൽ നിൽക്കുകയായിരുന്നു പല്ലവി. കുറച്ച് അകലെയാണെങ്കിലും അവൾക്ക് ഹരിലാലിനെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചു. മറ്റു 2 പേർ തീർത്തും അപരിചിതർ തന്നെ. തിടുക്കത്തിൽ പിന്തിരിഞ്ഞ അവൾ തിണ്ണയിലെത്തി. ഗോപിദാസിനോടും മാധവനോടും ഭാനുമതിയോടുമായി പറഞ്ഞു. അവരാണെന്ന് തോന്നുന്നു, ബാലുവിൻ്റെ കൂടെ വരുന്നുണ്ട്. മാധവനും ഭാനുമതിയും പെട്ടെന്ന് മുറ്റത്തിറങ്ങി ആറ്റുതിട്ടയിലേക്ക് ചെന്നു. അവർക്കും ഹരിലാൽ ഒഴികെയുള്ളവരെ മനസ്സിലായില്ല. വള്ളം അങ്ങോട്ടെടുത്തു. ബാലു എറിഞ്ഞുകൊടുത്ത കയർ പിടിച്ച് മാധവൻ തടിക്കുറ്റിയിൽ കെട്ടി. ആഗതർ എഴുന്നേറ്റപ്പോൾ ഭാനുമതി പറഞ്ഞു. സൂക്ഷിക്കണേ, വള്ളം ഉലയും. ശ്രദ്ധയോടെ എല്ലാവരും ഇറങ്ങി. കൽപ്പടവുകളിൽ ചവിട്ടി റോഡിലെത്തി. മാധവനും ഭാനുമതിയും അവരെ സ്വീകരിച്ച് ആനയിച്ചു. അപ്പുറത്തെ വീട്ടിൽ മറപ്പുര ഭാർഗവൻ ഓലമറയ്ക്കുള്ളിലൂടെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആഗതർ മുറ്റത്തെത്തി. പുരുഷൻ ഗോപിദാസിനെ സൂക്ഷിച്ചു നോക്കി ഒന്ന് ചിരിച്ചു. അനന്തരം തിണ്ണയിലേക്ക് കയറും മുമ്പ് ചെരുപ്പ് അഴിക്കാൻ ഭാവിച്ചു. അയ്യോ, അതൊന്നും വേണ്ട, ഗോപിദാസ് വിലക്കി. ചെരുപ്പിട്ടുകൊണ്ട് തന്നെ അവർ തിണ്ണയിൽ കയറി കസേരകളിലിരുന്നു. ഹരിലാലിൻ്റെ കണ്ണുകൾ തുറന്ന വാതിൽ വഴി അകത്തേക്ക് നീണ്ടു. പല്ലവിയെ കണ്ടില്ല. അവൻ മാധവൻ്റെ നേർക്ക് തിരിഞ്ഞു. പല്ലവി ഇവിടെയില്ലേ? ആ ചോദ്യം കാത്തു നിന്നിരുന്നത് പോലെ അവൾ പെട്ടെന്ന് വാതിൽക്കൽ മുഖം നീട്ടി. പിന്നെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. തിണ്ണയിൽ അല്പനേരത്തേക്ക് ഒരു മൗനം വന്നു. അത് മുറിച്ചത് ആഗതരുടെ കൂട്ടത്തിലെ മധ്യവയസ്കനായിരുന്നു. ഞങ്ങളെ 2 പേരെയും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. ഞങ്ങളെക്കുറിച്ച് ഒന്നും പറയേണ്ടെന്ന് ഹരിലാലിനോടും പറഞ്ഞിരുന്നു. അയാൾ ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഞങ്ങളുടെ ഈ വരവിൻ്റെ ലക്ഷ്യം എന്തെന്ന് ഹരിലാലിനും അറിയില്ല എന്നതാണ് സത്യം. ഗോപിദാസും കുടുംബവും കാതോർക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ്റെ ഒരു രൂപം തൻ്റെ മനസ്സിൽ എവിടെയോ മഞ്ഞിനുള്ളിൽ കിടപ്പുണ്ടെന്ന് ഗോപിദാസിന് തോന്നി. പക്ഷെ എവിടെ? ആഗതൻ തുടർന്നു. എൻ്റെ പേര് പ്രണവ്. ഇത് വൈഫാണ് അഞ്ജന. വർഷങ്ങളായി അമേരിക്കയിൽ സെറ്റിൽഡാണ്.
ഞങ്ങൾക്ക് 2 മക്കൾ. അവർ അവിടെ പഠിക്കുന്നു. വല്ലപ്പോഴും 2-3 ആഴ്ച ഇന്ത്യയിൽ വന്നു നിന്നിട്ട് പെട്ടെന്ന് മടങ്ങും. ഇവിടുത്തെ മാതൃദേശം ചാനലിൻ്റെ 80% ഓഹരിയും എൻ്റേതാണ്. അയാളൊന്ന് നിർത്തിയപ്പോൾ പെട്ടെന്ന് പല്ലവി തിരക്കി. ഞാൻ ചായ എടുക്കട്ടെ? ഇപ്പോൾ വേണ്ട, മോള് നിൽക്ക്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അഞ്ജന പറഞ്ഞു. ഇതിനിടെ ഹരിലാൽ തൻ്റെ കയ്യിലിരുന്ന കാരിബാഗുകൾ ഭിത്തിയോട് ചേർത്ത് വച്ചിരുന്നു. പല്ലവി അവനെ നോക്കി. ഇവർ എന്തിനാണ് വന്നതെന്ന് ആംഗ്യത്തിൽ ചോദിച്ചെങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് കണ്ണിറക്കിയതേയുള്ളൂ. എന്നാലും സത്യം പറയാമല്ലോ, ഇത്ര ആയപ്പോഴേക്കും ഭാനുമതി ഇടപെട്ടു. ഞങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല കേട്ടോ. പ്രണവ് തലയാട്ടി. അതെനിക്കറിയാം, അതിലേക്കാണ് ഞാൻ വരുന്നതും. അയാൾ ഗോപിദാസിൻ്റെ നേർക്ക് കണ്ണയച്ചു. ഗോപിയേട്ടൻ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഗോപിദാസ് ഒന്ന് നെറ്റിച്ചുളിച്ചു. ഞാൻ ഓർത്തുകൊണ്ടിരുന്നതും അതുതന്നെയാണ്. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെ വെച്ചാണെന്ന് കൃത്യം ഓർക്കുന്നില്ല. തെങ്ങിൽ നിന്ന് വീണ് ഈ അവസ്ഥയിലായ ശേഷം എനിക്ക് ഓർമ്മത്തിരി കുറയുകയോ അതല്ലെങ്കിൽ മറ്റെല്ലാം മറക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ട്. അയാളുടെ മുഖത്ത് ഒരു വിളറിയ ചിരി വന്നു. എങ്കിൽ ഞാൻ ചേട്ടന് മറ്റൊരു സൂചന കൂടി തരാം. പ്രണവ് കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു. ചേട്ടൻ ആരെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഗോപിദാസിൻ്റെ കണ്ണുകൾ കുറുകി. അങ്ങനെ ചോദിച്ചാൽ? അയാൾ തല ചൊറിഞ്ഞു. കുറേ വർഷങ്ങളായിട്ട് ഈ വീടിന് പുറത്തു പോലും പോകാത്ത ഞാൻ. അതിനു മുമ്പ്? ഗോപിദാസ് പ്രണവിനെ തുറച്ചു നോക്കി. മരണത്തിൽ നിന്നാണോ രക്ഷപ്പെടുത്തിയതെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. ചങ്ങനാശ്ശേരിയിൽ തെങ്ങ് ചെത്തുന്ന സമയത്ത് ഞാൻ പല അപകടങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട്. എനിക്ക് കഴിയും വിധത്തിൽ അവരെ സഹായിച്ചിട്ടുമുണ്ട്. പിന്നീട് അവരുടെ അവസ്ഥ എന്തായി എന്ന് തിരക്കാനുള്ള സമയമൊന്നും എനിക്കുണ്ടായിട്ടില്ല. അന്ന് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് തീരെ മോശമായിരുന്നല്ലോ. മിക്കവാറും അപകടങ്ങൾ. പ്രണവ് തലയാട്ടി. സത്യം. അത്തരം ഒരു അപകടത്തിൽ നിന്ന് വെളുപ്പിനെ തെങ്ങ് ചെത്താൻ പോയിരുന്ന ചേട്ടൻ എന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. ഒരു ലോറിയാണ് എന്നെ അപകടത്തിൽപ്പെടുത്തിയത്. ഞാനും ബൈക്കും ഓടയിൽ കിടന്ന് ഏതാണ്ട് 7 മണിക്കൂർ. ചേട്ടൻ സൈക്കിളിൽ വന്നതുകൊണ്ട് മാത്രമാണ് എന്നെ കണ്ടതുപോലും. ഗോപിദാസിൻ്റെ മനസ്സിൽ ഒരു മിന്നലുണ്ടായി. കാലുകൾ ഓടയ്ക്ക് പുറത്തേക്ക് നീണ്ടു കിടന്നതുകൊണ്ടാണ് തനിക്ക് അപകടത്തിൽപ്പെട്ട ആളിനെ കാണാനായത്. വലിച്ചുയർത്തിയപ്പോൾ ചോരയും ചെളിയും കുഴഞ്ഞു പറ്റിയ ശരീരം. മുഖം പോലും വ്യക്തമല്ല. ആ വഴി വന്ന വണ്ടികളിൽ പലതിനും കൈനീട്ടി. ഒന്നും നിർത്തിയില്ല. അവസാനം സൈക്കിളെടുത്ത് റോഡിന് നടുവിൽ വെച്ചു. പിന്നെ ആ വഴി ആദ്യം വന്നത് ആലപ്പുഴയിലേക്ക് മീൻ കയറ്റം വന്ന ഒരു ടെമ്പോ. അതിൽ 2 പേരുണ്ടായിരുന്നു. കാര്യം പറഞ്ഞപ്പോൾ അവരും മടിച്ചു. പക്ഷേ താൻ തേറ് വലിച്ചെടുത്ത് ഒരുത്തൻ്റെ കഴുത്തിന് നേർക്ക് പിടിച്ചു. കഴിവറുടെ മോനെ, ഇതിൻ്റെ മൂർച്ച എന്താണെന്ന് അറിയാമോ? മാങ്ങ പോലെ നിൻ്റെ തല ഞാൻ ചുപ്പു കൊള്ളണോടാ. അലറുകയായിരുന്നു താൻ. അതോടെ ടെമ്പോയിൽ വന്നവർ വഴങ്ങി. തൻ്റെ പേരും അഡ്രസ്സും അവർക്ക് കുറിച്ചു കൊടുക്കുകയും ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അപകടത്തിൽപ്പെട്ടയാളെ ടെമ്പോക്കാർ എത്തിച്ചു. 2 ദിവസം കഴിഞ്ഞ് പോലീസ് ഇവിടെ വന്നു. തന്നിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാൻ. അയാൾ രക്ഷപ്പെട്ടെന്നും കൂടുതൽ സമയം അവിടെ കിടന്നിരുന്നെങ്കിൽ മരണപ്പെടുകയും ചെയ്യുമായിരുന്നുവെന്ന് പോലീസ് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗോപിദാസിൻ്റെ ചിന്തയെ മുറിച്ചുകൊണ്ട് പ്രണവ് തിരക്കി. ഓർമ്മിക്കുന്നുണ്ട് അല്ലേ ഗോപിയേട്ടാ? അയാൾ തലയാട്ടി. പക്ഷേ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. എന്നാൽ ചേട്ടനറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ചേട്ടൻ അന്തിക്കള്ളെടുക്കാൻ വരുമ്പോൾ പിറകിലൂടെ പതുങ്ങി വന്ന് കള്ള് വാങ്ങിച്ചു കുടിച്ചിരുന്ന ഒരു യുവാവിനെ ഓർക്കുന്നുണ്ടോ? ഞാനായിരുന്നു അത്. ഗോപിദാസ് വീഴ്ച്ചിരുന്നു. പ്രണവ് തുടർന്നു. ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് വെച്ച് ചേട്ടൻ എന്നെ മനസ്സിലായിരുന്നില്ല. 2 മാസത്തോളം ഞാൻ ആശുപത്രിയിൽ കിടന്നു. അന്നത്തെ ആലപ്പുഴ SIയിൽ നിന്നാണ് എൻ്റെ ഡാഡിക്ക് ചേട്ടൻ്റെ അഡ്രസ്സ് കിട്ടിയത്. ഒരിക്കൽ ഡാഡി ഇവിടെ അക്കരെ വന്ന് തിരക്കുകയും ചെയ്തതാണ്. അപ്പോൾ ചേട്ടൻ തെങ്ങിൽ നിന്ന് വീണു മരിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗോപിദാസ് വ്യസനത്തോടെ തലയാട്ടി. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മരിച്ചു, അല്ലെങ്കിൽ മരിച്ചു പോകും എന്ന് തന്നെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. അയാളൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. പ്രണവ് ബാക്കി പറഞ്ഞു. ഞാൻ പിന്നെ വേഗം അമേരിക്കയ്ക്ക് പോയി. ഇടയ്ക്കൊക്കെ നാട്ടിൽ വന്നെങ്കിലും മരിച്ചുപോയ ചേട്ടനെ കുറിച്ച് തിരക്കാൻ കഴിഞ്ഞില്ല. അതെൻ്റെ തെറ്റാണ്. എന്നാൽ പല്ലവിയുടെ ഇൻ്റർവ്യൂവും ചേട്ടൻ്റെ മുഖവും കണ്ടതുകൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തെ കാണാനായി. പ്രണവിൻ്റെ ശബ്ദം പതറി. ദൈവമോ? ഞാനോ? ഗോപിദാസ് അമ്പരന്നു. മരിക്കുമെന്ന് ഉറപ്പായ ആളിനെ രക്ഷിച്ചവനെ ദൈവം എന്നല്ലാതെ ഞാൻ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ചോദിച്ചപ്പോഴേക്കും പ്രണവിൻ്റെ കണ്ണുകളും നിറഞ്ഞു തൂവി. പ്രണവ് പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവം നേരിട്ട് വന്ന് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് പലരുടെയും രക്ഷയ്ക്ക് മറ്റുള്ളവർ കാരണക്കാരാകുന്നത്. അത് ദൈവം അവരെ ഏൽപ്പിക്കുന്ന കടമയാണ് എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ആളെയും നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. അന്ന് ആ സമയത്ത് ചേട്ടൻ അതുവഴി വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിട്ടും വെറുതെ വയ്യാവേലി എന്തിനാ തലയിൽ വയ്ക്കുന്നതെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാകുമായിരുന്നോ? ആരും മറുപടി പറഞ്ഞില്ല. എന്തിനും അഭിപ്രായം പറയാറുള്ള ഭാനുമതി പോലും. പല്ലവിയും ഗോപിദാസും ബാലുവും പ്രണവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. മാധവനാണെങ്കിൽ തൻ്റെ മകൻ ഗോപിദാസിനെ ആദ്യം കാണുന്ന ഭാവത്തിലായിരുന്നു. ഇത്രയ്ക്ക് ഹൃദയവിശാലത ഉള്ളവനായിരുന്നു തൻ്റെ മകൻ. താൻ പോലും അത് അറിയാതെ പോയല്ലോ. പ്രണവ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അനന്തരം വീണ്ടും
നാവനക്കി. ഗോപിയേട്ടനറിയാമോ, എൻ്റെ മാതാപിതാക്കളുടെ ഒറ്റ മകനായിരുന്നു ഞാൻ. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ജീവിതകാലം മുഴുവൻ അവർ ഈ ദുഃഖം പേറി നീറി കഴിയില്ലായിരുന്നോ? അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം നിലനിർത്തുവാനും കാരണക്കാരൻ ചേട്ടൻ തന്നെയാണ്. അങ്ങനെയുള്ള ആളിനെ ഞാൻ ദൈവമായി കരുതുന്നതിൽ തെറ്റുണ്ടോ? അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല ഗോപിദാസിന്. പെട്ടെന്നാണ് ഭാനുമതി ഗോപിദാസിനോട് ചോദിച്ചത്, അങ്ങനെ ഒരാളന്ന് അപകടത്തിൽപ്പെട്ടപ്പോൾ അത് നിന്റെ അരികിൽ കള്ളു കുടിക്കാൻ വന്ന ചെക്കനാണെന്ന് നീ അറിഞ്ഞില്ല. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ചങ്ങനാശ്ശേരിയിൽ നീ ചെത്താൻ പോകുന്ന ഭാഗത്ത് കാണാറുള്ള ചെക്കനെ പെട്ടെന്ന് കാണാതായപ്പോൾ അതിൻ്റെ കാരണം തിരക്കാൻ പോലും നിനക്ക് തോന്നിയില്ലേ? ഗോപിദാസ് അമ്മയെ വീഴ്ച നോക്കി. പിന്നെ വെറുതെ തലയാട്ടി പൊടുന്നനെ പ്രണവ് അറിയിച്ചു. അതിന് ഗോപിയേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശിയെ. കുറച്ചകലെയാണ് എൻ്റെ വീടെന്നാണ് ഞാൻ ഗോപിയേട്ടനോട് പറഞ്ഞിരുന്നത്. ഒരു തരത്തിലും എൻ്റെ വീട്ടിൽ വിവരം അറിയാതിരിക്കുവാൻ. മാത്രമല്ല ഞാൻ ഉടനെ അമേരിക്കയിലേക്ക് പോകുമെന്നും പറഞ്ഞിരുന്നു. ശരിയാണെന്ന് ഗോപിദാസ് ഓർത്തു. ആ പയ്യൻ പറഞ്ഞിരുന്നു താൻ അമേരിക്കയിലേക്ക് പോകുമെന്ന്. മടങ്ങി വരുമ്പോൾ 1-ാം തരം വിസ്കി കൊണ്ടുവന്ന് തരാമെന്നും. പ്രണവിൻ്റെ മറുപടിയിൽ അത്ര തൃപ്തി തോന്നിയില്ലെങ്കിലും ഭാനുമതി അതൃപ്തി കാണിച്ചില്ല. പിന്നീട് പ്രണവും അഞ്ജനയും ഗോപിദാസിൻ്റെ പരിക്കിനെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ അമേരിക്കയിൽ നഴ്സാണ്. ഗോപിയുടെ ട്രീറ്റ്മെൻറ്റ് ഫയലുകൾ ഇവിടെയുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമോ? അഞ്ജന പല്ലവിയെ നോക്കി. തല കുലുക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് പോയി. ഇനിയൊരിക്കലും ആവശ്യം വരില്ലെന്ന് അറിയാമായിരുന്നിട്ടും തങ്കം ഭർത്താവിൻ്റെ ഫയലുകളും എക്സ്റേ ഫിലിമുകളുമൊക്കെ ഒരു വലിയ പ്ലാസ്റ്റിക് കവറിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. പല്ലവി അലമാരയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്ന് അഞ്ജനയെ ഏൽപ്പിച്ചു. വർഷങ്ങളുടെ പഴക്കം കൊണ്ട് പൊടിഞ്ഞു പോകാറായ കടലാസുകളും മങ്ങിത്തുടങ്ങിയ എക്സ്റേ ഫിലിമുകളുമൊക്കെ അഞ്ജന സൂക്ഷ്മതയോടെ എടുത്തു പരിശോധിക്കുവാൻ തുടങ്ങി. ആ നേരം അപ്പുറത്തെ വീട്ടിൽ ഓലമറയ്ക്ക് പിന്നിൽ വെരുകിനെ പോലെ അങ്ങിങ്ങ് നടക്കുകയായിരുന്നു മറപ്പുര ഭാർഗവൻ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാൾക്ക് ഗോപിദാസിൻ്റെ വീട്ടിൽ സംസാരിക്കുന്നത് കേൾക്കുവാൻ കഴിഞ്ഞില്ല. നാശം! അയാൾ പിറുപിറുത്തു. അടുക്കള വാതിൽക്കൽ നിന്ന് ദമയന്തി ഒന്ന് എത്തി നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി തിരക്കി, നിങ്ങൾക്കത് എന്തിൻ്റെ സൂക്കേടാണ് മനുഷ്യ? ഭാർഗവൻ കോപത്തോടെ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. നിന്റെ അമ്മ കെട്ടിക്കാത്തതിൻ്റെ തടി നശൂലമേ! എന്തോ പിറുപിറുത്തുകൊണ്ട് ദമയന്തി ഉൾവലിഞ്ഞു. ഫയൽ പരിശോധിച്ച ശേഷം അഞ്ജന ഭാവഭേദമൊന്നും കാണിക്കാതെ അത് പല്ലവിക്ക് മടക്കി നൽകി. കൊണ്ടുപോയി ഭദ്രമായി തന്നെ വച്ചേര്. എന്തിനെ? ഗോപിദാസ് പൊടുന്നനെ തിരക്കി. അതുകൊണ്ട് ഇനി എന്ത് പ്രയോജനം? അഞ്ജന ചിരിച്ചു. ചേട്ടാ, ഒരാൾക്ക് ഒരു കൈയുടെ ചലനം നഷ്ടമായി എന്നിരിക്കട്ടെ, അത് വെറുതെ അലങ്കാരമായി തൂങ്ങിക്കിടക്കത്തേയുള്ളൂ എന്ന് വെച്ച് അതിന് പ്രയോജനമില്ലെന്ന് കരുതി ആരെങ്കിലും മുറിച്ചു കളയുമോ? ഉത്തരമില്ലായിരുന്നു ഗോപിദാസിന്. പ്രണവും അഞ്ജനയും അവിടെ വന്നിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. ചായയുടെ സമയം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി എന്തെങ്കിലും കഴിക്കാനെടുത്താലോ? സങ്കോചത്തോടെ ഭാനുമതി തിരക്കി. ഇവിടുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചത് പ്രണവാണ്. ഞങ്ങൾ അമേരിക്കയിൽ ആരെന്ന് കരുതി നാടും നാട്ടാരും ഇവിടുത്തെ ഭക്ഷണവും ഒക്കെ വേണ്ടെന്ന് വയ്ക്കുമോ? വല്ലപ്പോഴും ഇങ്ങനെ നാട്ടിൽ വരുമ്പോഴാണ് നമ്മുടെ ആഹാരത്തിൻ്റെ രുചിയും മഹത്വവും മനസ്സിലാക്കുന്നത് തന്നെ. ഭാനുമതിക്ക് സന്തോഷമായി. അവർ പല്ലവിയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അതിഥികൾക്ക് വിളമ്പുവാനായി ഒരു മേശ പല്ലവി തുടർച്ച് വൃത്തിയാക്കിയിട്ടിരുന്നു. അവിടെ ഒരുക്കി വെച്ചിരുന്ന പാലപ്പവും താറാവ് കറിയും ഞണ്ടും ബീഫ് ഉലർത്തിയതും കപ്പയും കരിമീനുമെല്ലാം ഓരോ പാത്രങ്ങളിലായി എടുത്തു വച്ചു. അതിൽ വൃത്തിയുള്ള തവികളും വെച്ചു. പിന്നെ 3 പ്ലേറ്റുകൾ ഒന്നുകൂടി തുടച്ചിട്ട് പല്ലവി കൊണ്ടുവന്നു. ഇരിക്കുവാൻ പക്ഷേ അവിടെ കസേരകളില്ല. തിണ്ണയിലിരിക്കുന്ന അതിഥികൾ എഴുന്നേറ്റിട്ട് വേണം ആ കസേരകൾ ഇവിടെ കൊണ്ടു വന്നിടുവാൻ. ആ ജോലി പല്ലവി ബാലുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ എല്ലാവരും അകത്തേക്ക് കടന്നിരിക്കാം, ഭാനുമതി ചെന്ന് പറഞ്ഞു. പല്ലവി ഒരു ബക്കറ്റിൽ വെള്ളവും അതിലൊരു മഗ്ഗും ഇട്ട് തിണ്ണയുടെ കോണിൽ കൊണ്ടുവച്ചു. പ്രണവും സംഘവും കൈ കഴുകാൻ എഴുന്നേറ്റ സമയത്തിനുള്ളിൽ ബാലു കസേരകളകത്തെത്തിക്കുകയും ചെയ്തു. പ്രണവും അഞ്ജനയും മുഖാമുഖം നോക്കി കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. ആ വീട്ടിലെ അവസ്ഥ അവർക്ക് ശരിക്കും ബോധ്യമായിരുന്നു. പ്രണവും അഞ്ജനയും ഹരിലാലും അകത്തു വന്ന് മേശയ്ക്ക് മുന്നിലിരുന്നു. ബാലു ഗോപിദാസിനെയും വീൽ ചെയറിൽ തള്ളിക്കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. ആഹാ, ഇത് സമൃദ്ധമാണല്ലോ. ഹരിലാൽ എല്ലാ പാത്രങ്ങളിലേക്കും ഒന്ന് കണ്ണയച്ചു. പിന്നെ അവൻ പല്ലവിയെ നോക്കി. അവൾ ചിരിച്ചതേയുള്ളൂ. ഇതിൻ്റെ മണം തന്നെ നാവിൽ വെള്ളമുണ്ടാക്കുന്നു. അഞ്ജന പൊള്ളിച്ച കരിമീൻ ഒരെണ്ണം തൻ്റെ പാത്രത്തിലേക്ക് നീക്കിയിട്ട് അല്പം അടർത്തി രുചിച്ചു നോക്കി. കൊള്ളാം. പല്ലവി ഒരു പാലപ്പം കൂടി അവരുടെ പാത്രത്തിലേക്ക് എടുത്തു വച്ചു. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണോ? അഞ്ജനയുടെ അത്ഭുതം ഏറുകയാണ്. അതെ, പല്ലവി പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് മുഴുവൻ വല്യച്ഛനും വല്യമ്മയ്ക്കുമാണ്. പല്ലവിയുടെ മുത്തച്ഛനും പാചകം ചെയ്യുമോ? ചോദിച്ചത് പ്രണവാണ്. പണ്ട് എനിക്ക് ഷാപ്പിൽ കറികച്ചവടം കൂടി ഉണ്ടായിരുന്നു, നേരിയ ചമ്മലോടെ മാധവൻ അറിയിച്ചു. അത് നന്നായി. പ്രണവ് ഒരു പാലപ്പവും
ഞണ്ട് റോസ്റ്റും തൻ്റെ പാത്രത്തിൽ എടുത്തു വെച്ച് രുചിച്ചു. കൊള്ളാം. പിന്നെ അയാൾ ഗോപിദാസിനെ നോക്കി. ചേട്ടൻ കൂടി കഴിക്കേ. വേണ്ട സാറേ, എനിക്ക് സമയമായിട്ടില്ല, അയാൾ പറഞ്ഞൊഴിഞ്ഞു. കഥ തുടരും.